OET Reading Live, and as usual, this is Bindu here. അപ്പോൾ നമ്മുടെ റീഡിങ്ങിൻ്റെ എല്ലാ ആഴ്ചയിലുള്ള തന്നെ നോർമൽ ലൈവ് സെഷനാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് OET റീഡിങ്ങിൻ്റെ പാർട്ട് സി അല്ലേ. ടൈറ്റിലിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പാർട്ട് സിയുടെ പെർഫോമൻസ് എങ്ങനെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും അല്ലേ. എപ്പോഴും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ളൊരു പാർട്ടാണ് പാർട്ട് സി. കാരണം എവിടെ ചോദിച്ചാലും തുടക്കക്കാരാണെങ്കിലും നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും എല്ലാവരുടെയും കൺഫ്യൂഷൻ പാർട്ട് സിയിലാണ്. വേറെ ഒന്നും കൊണ്ടല്ല, പാർട്ട് സിയുടെ ഓപ്ഷൻസ് ആണ് അല്ലേ. 4 ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് എലിമിനേഷൻ നടത്തിയാലും 2 എലിമിനേറ്റ് ചെയ്താലും പിന്നെ 2 കൺഫ്യൂഷൻ. അപ്പോൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും, ഏതായിരിക്കും കറക്റ്റ് ആൻസർ എങ്ങനെ പ്രൂവ് ചെയ്യിക്കാൻ പറ്റും, ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. ആൻസർ കറക്റ്റാണെന്ന് ചൂസ് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ അതിനുള്ള പ്രൂഫും അല്ലെ അതിൻ്റെ എവിഡൻസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതൊക്കെ തന്നെയാണ്. OET റീഡിങ്ങിൻ്റെ പാർട്ട് സിയിൽ നിങ്ങളുടെ പെർഫോമൻസ് ഇപ്പോൾ ഉള്ള പെർഫോമൻസിനേക്കാളും എങ്ങനെയൊന്ന് കൂട്ടാൻ പറ്റും. യെസ് നീതു, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. അപ്പോൾ നമുക്കറിയാം പരീക്ഷയ്ക്ക് അടുത്ത് വരുന്നു. കുറച്ച് പേര് പരീക്ഷ എഴുതിയിട്ടുണ്ട്, ഇനി കുറച്ച് പേര് എഴുതാൻ പോകുന്നു അല്ലേ. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു, റിസൾട്ട് വന്ന സന്തോഷത്തിലുള്ളവർ ഇതൊക്കെ എല്ലാവരും ഉണ്ട്. എപ്പോഴും നമുക്ക് റീഡിംഗ് എന്നുള്ളൊരു മൊഡ്യൂൾ ഡിഫിക്കൽട്ടായിട്ട് തന്നെ പോകുന്നു. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ പ്രാക്ടീസ് കുറവാകുന്നത് കൊണ്ട് തന്നെയാണ്, വേറൊന്നും അല്ല. കാരണം കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് റീഡിങ് ഈസിയാക്കി മാറ്റാൻ പറ്റും. യെസ് ചന്ദ്ര, അനു, സന്തോഷ്, എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു അവർ റീഡിംഗ് ലൈവ് സെഷൻ. നമുക്ക് നോക്കിയാലോ. അപ്പം പാർട്ട് സിയിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസാണ് വരുന്നത് അല്ലേ. നമുക്ക് ഒരേ മെത്തേഡ് അല്ലെങ്കിൽ ഒരേ അപ്രോച്ച് തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും കൊടുക്കാൻ പറ്റില്ല, ഒരേ രീതിയിൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പം എലിമിനേഷൻ ആണെങ്കിൽ പോലും പല രീതിയിലുള്ള എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കേണ്ടി വരും. യെസ്, കുറേ പേര് നമ്മളെ കൂടെ ജോയിൻ ചെയ്തു. അനുഗ്രഹ, യെസ് അനുഗ്രഹ, ഗുഡ് ആഫ്റ്റർനൂൺ. ആൻഡ് ഐ എം ഗുഡ്, വാട്ട് അബൌട്ട് യു? ആൻഡ് അനു സന്തോഷ്, അനു പറയുന്നു ഐ എം വൺ ഓഫ് ടിജൂസ് ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ അനു, ഞങ്ങളുടെ എന്താ പറയുക ടിജൂസിൻ്റെ ഫാമിലി മെമ്പറിലുള്ള ആളാന്ന് പറഞ്ഞാൽ സന്തോഷം. യെസ്, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ചിലരുടെ ഒന്നും പ്രൊഫൈല് അത്ര പേര് എന്താ പറയുന്നത് ഒരു നെയിം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ വായിക്കാത്തത് കേട്ടോ. ഓക്കെ ഷിംന, ഗുഡ് ഈവനിങ്. നിമ്മി, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് നോക്കാം. പാർട്ട് സിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും ആൻഡ് ഹൗ ടു അപ്രോച്ച് അക്കോർഡിംഗ് ടു ഈച്ച് ക്വസ്റ്റ്യൻ. ഇതാണ് ഇവിടുത്തെ മെത്തേഡ്. ഓരോ ക്വസ്റ്റ്യനെയും വളരെ യുണീക്കായിട്ട് നമുക്ക് നോക്കണം, എന്നിട്ട് അതിന് സ്യൂട്ടബിളായിട്ടുള്ള ആൻസറിലേക്ക് വേണം പോകേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പാർട്ട് സി ഹൗ ടു റീഡ് അല്ലേ, എങ്ങനെ റീഡ് ചെയ്യാമെന്നുള്ളത് ഒരു മെത്തേഡാണ്. ഫസ്റ്റ് അതാണ് നമ്മൾ നോക്കേണ്ടത്. യെസ് അക്ഷയ ഉമൻ, അക്ഷയ വെൽക്കം ടു അവർ റീഡിംഗ് ലൈവ് സെഷൻ. കുറേ പേര് നമ്മുടെ റെഗുലറായിട്ടുള്ള എല്ലാവർക്കും എന്താ പറയുന്നത് റെഗുലർ പാർട്ടിസിപ്പൻസാണ്. എല്ലാ ലൈവിലും നമ്മുടെ കൂടെ തന്നെ ഉള്ളവരാണ്. ഓക്കെ, ഞാനപ്പോൾ അധികം ഇൻട്രൊഡക്ഷൻ നമ്മുടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി, നമ്മുടെ പാർട്ടിസിപ്പൻസ് ജോയിൻ ആയി. അത് കാരണം ഞാൻ സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം OET റീഡിങ്ങിൻ്റെ പാർട്ട് സി. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൗ ടു റീഡ് പാർട്ട് സി. ഞാൻ എപ്പോഴും പറയുന്നത് റീഡിങ് ഈസ് എൻ ആർട്ട് അല്ല. എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു കാര്യം എങ്ങനെ വേണമെങ്കിലും വായിക്കാം, പക്ഷേ വായിച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് എന്തൊക്കെ ഗ്രാസ്പ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് പാർട്ട് സിയിൽ എന്തൊക്കെ ഗ്രാസ്പ് ചെയ്യണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് അവിടെ ആവശ്യമായിട്ടുള്ളത് അത് ഗ്രാസ്പ് ചെയ്തിരിക്കണം നമ്മൾ. യെസ് ബെൻസി ജോസഫ്, റൂബി, എല്ലാവർക്കും വെൽക്കം കേട്ടോ. ഞാൻ പറഞ്ഞില്ല ചില പേരിങ്ങനെ ഡ്യൂ ഡ്രോപ്സ് എന്നൊക്കെ ഉള്ളത് കാരണം എനിക്കറിയില്ല നിങ്ങളുടെ നെയിം എന്താണെന്നുള്ളത്. സോ അത് ലീവ് അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനത്തെ കമൻറ്റ് ലീവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന കാര്യം. അപ്പം പാർട്ട് സിയിൽ ഹൗ ടു റീഡ്, അതായത് എന്തൊക്കെയാണ് വായിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ പാർട്ട് സി എന്ന് പറയുന്നത് നമുക്ക് അത്രമാത്രം കൺഫ്യൂഷനുള്ള പാർട്ടൊന്നും അല്ല. നമുക്കെപ്പോഴും അവിടെ ക്വസ്റ്റ്യനിൽ ആൻസറിൻ്റെ ലൊക്കേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കിട്ടും. അതായത് പാരഗ്രാഫ് നമ്പർ ഈസ് ഹൈലൈറ്റഡ് ഇൻ ദ ക്വസ്റ്റ്യൻ അല്ലേ. ദാറ്റ് മീൻസ് we'll get a clear idea about the location of the answer from the question itself. ആൻസറിൻ്റെ ലൊക്കേഷൻ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു കൃത്യമായിട്ടൊരു പാരഗ്രാഫ് നമ്പർ പറഞ്ഞിരിക്കും. നമ്മൾ ആ ഒരു പാരഗ്രാഫിൽ മാത്രം ആൻസർ സെർച്ച് ചെയ്താൽ മതി അല്ലേ. അപ്പം നമുക്ക് സാധാരണ അല്ലെങ്കിൽ യൂഷ്വലി നമ്മളോട് ചോദിക്കുന്ന കുറച്ച് പോയിൻറ്റുകളുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യണം. അതിലെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് റീഡിംഗ് ആണ്. സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് മീനിങ് വേണം. സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ഓരോ സെൻറ്റൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈച്ച് സെൻറ്റൻസ് അല്ലേ. കണക്റ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് റിലേഷൻഷിപ്പൊക്കെ അവിടെ മനസ്സിലാക്കാൻ പറ്റും. സെൻറ്റൻസുകൾ കോൺട്രാസ്റ്റ് ചെയ്യുകയാണോ അതോ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണോ അത് കണക്ട് ചെയ്യുകയാണോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ ഇൻഡയറക്റ്റ് മീനിങ് മനസ്സിലാക്കാൻ പറ്റണം അല്ലേ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് നമ്മുടെ ടെക്സ്റ്റിലുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് അവിടെ പറയാത്ത എന്നാൽ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു കാര്യം അവിടെ ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ പഠിക്കണം.
ആൻഡ് റെഫറൻസ് വേർഡുകൾ നമ്മൾ ഒത്തിരി ലൈവ് സെഷനിൽ വീഡിയോയിലൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് റെഫറൻസ് വേർഡ്സ്. റെഫറൻസ് വേർഡ്സ് യൂഷ്വലി പ്രോനൗണുകളാവാം, പിന്നെ ടേംസ് ഫോർമർ ലാറ്റർ എന്നുള്ള ടേമുകൾ ഉപയോഗിക്കാം, എബവ് ബിലോ, ഇതെല്ലാം റെഫറൻസ് വേർഡുകളായിട്ട് ഉപയോഗിക്കാം അല്ലേ. ഏതെങ്കിലും ഒരു ടേം തന്നിട്ട് ഇറ്റ് റെഫേഴ്സ് ടു, അത് എന്തിനാ റെഫർ ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കാം. അപ്പം റെഫറൻസ് വേർഡുകൾ എന്ന് പറയുന്നത് റെഫർ ബാക്ക് ടു പ്രീവിയസ്ലി മെൻഷൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ്. റെഫർ ബാക്കാണ് അവിടെ അല്ലേ. സോ റെഫറൻസ് ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ പ്രിസീഡിങ് അല്ലെങ്കിൽ പ്രീവിയസ് ലൈൻസിലേക്ക് വേണം കണ്ടുപിടിക്കാനായിട്ട് പോകേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. റൈറ്ററുടെ ഒപ്പീനിയൻ ഓർ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റൈറ്ററുടെ ടോൺ. റൈറ്റർക്ക് ജനറലി 2 ടോണ്, 2 ഒപ്പീനിയൻ, 2 ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ളൂ. അതായത് ഫേവറബിളും അൺഫേവറബിളും. ഫേവറബിൾ ആണെങ്കിൽ ഇറ്റ്സ് എ പോസിറ്റീവ്, സംതിങ് പോസിറ്റീവ്. അവിടെ പോസിറ്റീവ് ലാംഗ്വേജ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. എന്തിനെ പറ്റിയാണോ പറയുന്നത് അതിൻ്റെ സക്സസ് റേറ്റ് ആയിരിക്കും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. തിരിച്ച് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വൈൽ എന്താ പറയുന്നത്, അൺഫേവറബിൾ ആണെങ്കിൽ അതിൻ്റെ അൺസർട്ടനിറ്റി, അതിൻ്റെ ലിമിറ്റേഷൻസ്, അതിൻ്റെ കുറവുകൾ അല്ലേ, അതുണ്ടാക്കുന്ന ഇഷ്യൂസ്, സൈഡ് എഫക്റ്റ്, അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ ഫ്രേസസ്, പ്രത്യേകിച്ച് കോംപ്ലക്സ് ഫ്രേസസ് ഓർ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് അല്ലെ, ഇഡിയംസ് ഇംഗ്ലീഷിൽ, ഇതിൻ്റെ മീനിങ് എക്സാക്ട്ലി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് OET റീഡിങ്ങിൻ്റെ പാർട്ട് C ചാലഞ്ചിങ് ആവുന്നതിൻ്റെ കാരണം. പക്ഷേ ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലോ, ഇതെല്ലാം നമുക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ചലഞ്ചിങ് അല്ല, നമ്മളെക്കൊണ്ട് എളുപ്പം സാധിക്കാൻ പറ്റും. അപ്പം നമുക്കിത് പറയുന്നത് പോലെയല്ല അല്ലേ, ഇതിൻ്റെ തിയറി ഈസ് വെരി എന്താ പറയുന്നത്, ഭയങ്കര സില്ലിയാണ് കേട്ടിരിക്കാൻ, ഇത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മളതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളൊരു ക്വസ്റ്റ്യനിലേക്ക് ഈ മെത്തേഡുകൾ അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് അത് എന്താണെന്ന് പിടികിട്ടുന്നത്. സോ ഇന്ന് പ്രാക്ടീസിനായിട്ട് ഞാനൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. നമുക്കത് എൻ്റെ കൂടെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും, നിങ്ങൾ ഓരോ സെഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പെർഫോമൻസ് ലെവൽ കൂടിക്കൊണ്ടേ ഇരിക്കണം അല്ലേ. അത് തന്നെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, അത് തന്നെയാണ് മാക്സിമൈസ് യുവർ OET റീഡിംഗ് പാർട്ട് C പെർഫോമൻസ്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു OET റീഡിംഗ് ലൈവ് സെഷൻ പ്രസൻറ്റഡ് ബൈ Tiju's Academy, ആൻഡ് ആസ് യൂഷ്വൽ ദിസ് ഈസ് ബിന്ദു വിത്ത് യു ടുഡേ. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യാം, ഞാനത് റീഡ് ചെയ്യാം, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇനി അടുത്തത് പോകാൻ പോകുന്നത് ഞാനൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ സ്ക്രീനിൽ എല്ലാവർക്കും വിസിബിൾ ആണോ? അനുമോൾ, യെസ്, ഗുഡ് ഈവനിങ്. ഞാനൊരു പാസേജ് തന്നിട്ടുണ്ട്, അല്ല പാസേജിലൊരു പാരഗ്രാഫ് അല്ലേ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ആസ് യൂഷ്വൽ 4 ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത്. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? പാസേജ് വായിക്കുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഓപ്ഷൻസ് വായിക്കുന്നു, പാസേജ് വായിച്ച് മനസ്സിലാക്കുന്നു. പാസേജ് ഇൻ ദ സെൻസ് വായിക്കാൻ തന്നിരിക്കുന്ന ടെക്സ്റ്റ് കേട്ടോ, എന്നിട്ട് കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്തുന്നു. ഓക്കെ, വായിച്ചോളൂ. യെസ് ജ്യോതിലക്ഷ്മി, ഗുഡ് ഈവനിങ്. Yes, Surya, good evening and welcome to our session. Thank you so much for supporting us and being with us. Leha Mary, good evening and welcome to our session. ഓക്കെ, നിങ്ങളിപ്പോൾ റീഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ പാരഗ്രാഫ് റീഡബിളാണ്. ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിക്കാം നിങ്ങളുടെ കൂടെ. ടുഗെദർ ദ വേരിയസ് പേഷ്യൻ്റ് ആൻഡ് പ്രോഡക്റ്റ് ഫാക്ടേഴ്സ് ക്രിയേറ്റ് ക്യുമുലേറ്റീവ് റിസ്ക് ഫോർ ഫേറ്റൽ ന്യൂറോടോക്സിസിറ്റി. ആരാ പറഞ്ഞത്? സെയ്സ് ഗിൽബർട്ട്. Although he cautions that the results of Juno's internal investigations are not definitive, yet it is already using lessons from the rocket trial in their latest product, ACART therapy for adults with relapsed or refractory non-Hodgkin lymphoma. കണ്ടോ? In its current phase 1 clinical trials, the T cell subtypes are monitored.
Sadly, fatalities are always a risk when developing therapies for advanced cancers. Gottschalk says this expectation that you can develop therapies for life threatening disease without death is rather naive, he said. Hopefully, Juno's investigation will also inform other studies going forward. When asked whether the deaths in rocket trial could happen with other CRT therapies, he does not mince words in the end. Yes. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് സ്റ്റീഫൻ ഗോഡ്സ്ചോക്സ് ഒപ്പീനിയൻ റിഗാർഡിംഗ് എന്തിനെക്കുറിച്ചാണ്? റിഗാർഡിംഗ് ഫെയ്റ്റലിറ്റീസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് തെറാപ്പീസ് ഫോർ അഡ്വാൻസ്ഡ് ക്യാൻസേഴ്സ്. യെസ്, സൂര്യ അജിത്, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവർക്കും മനസ്സിലായി, ക്ലിയർ ആ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സ്റ്റീഫൻ ഗോഡ്സ്ചോക്സ് ഒപ്പീനിയൻ? കണ്ടോ, ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ റിഗാർഡിങ് എന്തിനെക്കുറിച്ചാണ്? ഫെയ്റ്റലിറ്റീസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് തെറാപ്പീസ്. എന്തിനുള്ള തെറാപ്പീസാ? ഫോർ അഡ്വാൻസ്ഡ് ക്യാൻസേഴ്സ്. നാല് ഓപ്ഷനുണ്ട്. ഹി അസേർട്സ് ദാറ്റ് fatalities are an inevitable risk in the development of such therapies. And second one, fatalities can be prevented with appropriate measures. Fatalities are infrequent in the development of advanced cancer therapies. And D, uncertain about occurrence of fatalities in the development of advanced cancer therapies. ഇത് നാലെണ്ണാണ് നമുക്ക് ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത്. ശില്പ സജി, ഗുഡ് ഈവനിങ്. ഓക്കെ, നിങ്ങൾക്കൊരു വായിച്ച് മനസ്സിലാക്കി ആൻസറിലേക്ക് എത്താനുള്ള ടൈമായി. യെസ്, മെഹബൂബ് അലി, ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പം നമ്മൾ ടെക്സ്റ്റ് വായിച്ചു നോക്കി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ചു, ഓപ്ഷൻസ് വായിച്ചു. നമുക്ക് ഈ ഓപ്ഷൻസിനെ ടെക്സ്റ്റിലേക്ക് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രൂ ആണോ എന്ന് ഡിസൈഡ് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു ഐഡിയയുടെ ഒരു ഓൾട്ടർനേറ്റീവ് എക്സ്പ്രഷൻ നമ്മുടെ ഓപ്ഷനിലുണ്ടായിരിക്കും. അതായിരിക്കും കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. മാത്രമല്ല, ഇറ്റ് ഷുഡ് പ്രോപ്പർലി മാച്ച് വിത്ത് ദ ക്വസ്റ്റ്യൻ. അതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യന് ആക്യുറേറ്റ് ആയിരിക്കണം, പെർഫെക്റ്റ്ലി മാച്ച് വിത്ത് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനുമായിട്ട് മാച്ച് ചെയ്യണം. യെസ്, എനിക്കൊന്ന് ലീഹ അവിടെ ആൻസർ പറഞ്ഞു, ഒരു ഓപ്ഷൻ പറഞ്ഞു. ആൻസർ ഒന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് നോക്കാം. ഫെറ്റിലിറ്റീസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് വിത്ത് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ്, ബി എന്നൊരാൾ പറഞ്ഞു. യെസ്, ജ്യോതി സാജൻ, ഗുഡ് ഈവനിങ്. ഗീതു ഗിരീഷും പറഞ്ഞു ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി പറഞ്ഞു. ആൻഡ് വാട്ട് അബൌട്ട് അതേഴ്സ്? നമ്മളിപ്പോൾ കുറേ പേര് ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, ഉമാറാണി, ഗുഡ് ഈവനിങ്. അക്ഷയം പറഞ്ഞു ബി ആണെന്ന്. ലിൻസി പറഞ്ഞു എ ആണ്. സുനു സൂസൻ ഓൾസോ സേസ് ഹെർ ആൻസർ ഈസ് എ. ഷൺമുഖരാജ് എ. ഓക്കെ, അപ്പോൾ അവിടെ എയും ബിയും ആണ് ആൻസറായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ കുറച്ച് പേര് ഒന്ന് ട്രൈ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പ്രീത തോമസ് ഓൾസോ സേസ് എ. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാലോ, ടൈം കളയാതെ കറക്റ്റ് ആൻസർ ഏതാണ്, ഏതൊക്കെ തെറ്റിപ്പോയി, എന്തുകൊണ്ടാണെന്നൊക്കെ ഒന്ന് നോക്കിയാലോ. സോ ഞാൻ ഒന്ന് നോക്കട്ടെ ഇതിൻ്റെ ആൻസർ. ഞാൻ പറയുന്ന ആൻസർ നിങ്ങളുടെ ശരിയാണ്. ഷിജീസ് ആൻസർ ഓൾസോ എ. ജ്യോതിലക്ഷ്മി സേസ് ബി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ആൻസർ എന്ന് പറയുന്നത് എ തന്നെയാണ്.
കേട്ടോ. കറക്റ്റ് ആൻസർ ഈസ് എ. എന്താ നമുക്ക് ഇത് പ്രൂവ് ചെയ്യണ്ടേ? കറക്റ്റ് ആൻസർ എ. എയിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഹി അസേർട്സ് ദാറ്റ് അല്ലേ. ഗോഡ്സ് ചോക്ക് എന്താ പറയുന്നത്? ഫെയ്റ്റലിറ്റീസ് ആർ ഇന്നവിറ്റബിൾ അല്ലേ. ഫെയ്റ്റലിറ്റീസ് ഇവിടെ ഇന്നവിറ്റബിൾ ആണ്, അൺഅവോയ്ഡബിൾ ആണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത റിസ്ക് ആണ്. എവിടെ? ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സച്ച് തെറാപ്പീസ്. ഇങ്ങനത്തെ തെറാപ്പീസ് അല്ലെങ്കിൽ അഡ്വാൻസ് ക്യാൻസറിനുള്ള തെറാപ്പീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫെയ്റ്റലിറ്റീസ് എന്ന് പറയുന്നത് ഒഴിവാക്കുന്ന കാര്യമല്ല, ഇറ്റ്സ് ഇന്നവിറ്റബിൾ അല്ലേ. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് 2 സ്ഥലങ്ങളിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഒന്ന്, അദ്ദേഹം പറയുന്നുണ്ട് ലൈൻ, നിങ്ങൾക്കത് ഞാൻ ആൻസർ പറയുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ലൈൻ ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്റ്റീഫൻ ഗോഡ്സ്റ്റോക്ക് എക്സ്പ്രസസ് ദ ഒപ്പീനിയൻ ദാറ്റ് ഫെയ്റ്റലിറ്റീസ് ആർ അൺഅവോയ്ഡബിൾ. എവിടെ അങ്ങനെ പറഞ്ഞേക്കുന്നത് അൺഅവോയ്ഡബിൾ എന്ന്? മാത്രമല്ല, ആൻഡ് ആൻ ഇൻഹെറൻറ്റ് റിസ്ക് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് തെറാപ്പീസ് ഫോർ അഡ്വാൻസ്ഡ് ക്യാൻസേഴ്സ്. ആൻഡ് എവിടെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എവിഡൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്? ഓക്കെ, ഞാൻ ലൈന് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ഒന്ന് ശ്രദ്ധിച്ചേ അതൊന്ന്. ദിസ് എക്സ്പെക്റ്റേഷൻസ്, ഫോർത്ത് ലാസ്റ്റ് ലൈൻ കണ്ടോ? ദിസ് എക്സ്പെക്റ്റേഷൻ that you can develop therapies for life-threatening diseases without deaths is rather naive. ഏത് എക്സ്പെക്റ്റേഷനാ? അതിൻ്റെ മുകളിൽ പറയുന്നുണ്ട് സാഡ്ലി. നമ്മളെപ്പോഴാണ് സാഡ്ലി, അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നത്? അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റിസ്ക് അത്ര മാത്രമാണെന്ന് കാണിക്കാനാണ് അവിടെ സാഡ്ലി എന്നുള്ളൊരു എക്സ്പ്രഷൻ കണ്ടോ. സാഡ്ലി ഫെയ്റ്റലിറ്റീസ് ആർ ഓൾവേസ്, കണ്ടോ, ഓൾവേസ്, എല്ലായ്പ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്, എ റിസ്ക് വെൻ ഡെവലപ്പിംഗ് തെറാപ്പീസ് ഫോർ അഡ്വാൻസ്ഡ് ക്യാൻസേഴ്സ്, ഗോഡ്സ്റ്റോക്ക് സേസ്. ആൻഡ് ദിസ് എക്സ്പെക്റ്റേഷൻ ദാറ്റ് യു ക്യാൻ ഡെവലപ്പ് തെറാപ്പീസ് ഫോർ ലൈഫ് ത്രെറ്റനിങ് ഡിസീസ് വിതൗട്ട് ഡെത്ത് ഈസ് റാദർ നെയ്വ്. അത് സക്സസ്ഫുൾ ആണോ? പറ്റത്തില്ല എന്നല്ല അവിടെ പറയുന്നത്. ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമ്മുടെ ആൻസറുമായിട്ട് മാച്ച് ആകുന്നുണ്ടോ? ഉണ്ടല്ലേ. യെസ്. അപ്പോൾ ഇവിടെ സാഡ്ലി, യെസ് അത് തന്നെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുപിടിച്ചത് ജോബിന. യെസ്, കറക്റ്റ്, അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നമുക്ക് ബാക്കി 2 എണ്ണം അവിടെ എലിമിനേറ്റ് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചത്. ഗോഡ്സ്റ്റോക്കിൻ്റെ ഒപ്പീനിയനാണ് എന്തിനെക്കുറിച്ചാണ്? റിഗാർഡിങ് ഫെർട്ടിലിറ്റീസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് തെറാപ്പീസ് ഫോർ അഡ്വാൻസ്ഡ് ക്യാൻസേഴ്സ്. അപ്പം നമ്മൾ ആൻസറായിട്ട് ചൂസ് ചെയ്തത് എന്താണ്? ഹി അസേർട്സ് ദാറ്റ്, അതായത് ഗോഡ്സ്റ്റോക്ക് എക്സ്പ്രസസ് എന്താണ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത്? ദ ഒപ്പീനിയൻ ദാറ്റ് ഫെയ്റ്റലിറ്റീസ് ആർ അൺഅവോയ്ഡബിൾ അല്ലേ, ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല. ആൻഡ് ആൻ ഇൻഹെറൻറ്റ് റിസ്ക് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് തെറാപ്പീസ് ഫോർ അഡ്വാൻസ്ഡ് ക്യാൻസേഴ്സ്. ആൻഡ് ദിസ് ഈസ് എവിഡൻറ്റ് ഫ്രം ദ സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ പറഞ്ഞിരിക്കുന്നത് സാഡ്ലി ഫെയ്റ്റലിറ്റീസ് ആർ എ റിസ്ക് വെൻ ഡെവലപ്പിംഗ് തെറാപ്പീസ് ഫോർ അഡ്വാൻസ്ഡ് ക്യാൻസേഴ്സ്. ഞാനത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഗോഡ്സ്റ്റോക്ക് സേസ് ആൻഡ് ദിസ് എക്സ്പെക്ടേഷൻ ദാറ്റ് യു ക്യാൻ ഡെവലപ്പ് തെറാപ്പീസ് ഫോർ ലൈഫ് ത്രെറ്റനിങ് ഡിസീസസ് ഈസ് റാദർ നെയ്വ്, ഹി സേസ്. കണ്ടോ? ഇനി നമ്മൾ ഓപ്ഷൻ ബിയിലേക്ക് വന്നേ. ഓപ്ഷൻ ബി ഇൻകറക്റ്റ് ആണല്ലോ. എ കറക്റ്റ് ആകുമ്പോൾ ഓപ്ഷൻ ബി ഡെഫിനറ്റ്ലി ഇൻകറക്റ്റ് ഓപ്ഷനാണ്. ബിക്കോസ് ഇവിടെ എന്താണ്? ഗോഡ്സ്റ്റോക്ക് ഇവിടെ ഡസ് നോട്ട് സജസ്റ്റ് ദാറ്റ് ഫെയ്റ്റലിറ്റീസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് വിത്ത് അപ്രോപ്രിയേറ്റ് മെഷർ. നമ്മുടെ ടെക്സ്റ്റിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ ഉണ്ടാകാൻ പോകുന്ന ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ സീരിയസ് ഇഷ്യൂസിനെ പ്രിവെൻറ്റഡ് വിത്ത് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ്, അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് എടുത്ത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ടെക്സ്റ്റിൽ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് നോക്കിയേ, ഉണ്ടോ? പറയുന്നില്ല അല്ലേ. സിയിൽ പറയുന്നു ഫെയ്റ്റലിറ്റീസ് ആർ ഇൻഫ്രീക്വൻറ്റ്. ഇൻഫ്രീക്വൻ്റ് എന്ന് വെച്ചാൽ എന്താ? റെയറാണ്, വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കാര്യമാണോ? ഓൾവേസ് എന്ന് പറഞ്ഞതിന് ഇൻഫ്രീക്വൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് അല്ലേ ഇത്? എല്ലായ്പ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞ സാധനം പറയുന്നത് ഇൻഫ്രീക്വൻ്റ് ആണ്, വെരി റെയറാണ്, അൺകോമൺ ആണ്. സോ സി എടുക്കാൻ പറ്റുമോ നമുക്ക്? സിയിൽ അവിടെ ഇൻഫ്രീക്വൻ്റ് എന്ന് വന്നില്ലേ? ഇത് ഫ്രീക്വൻ്റ് ആണ്, ഓൾവേസ് ആണ്. സോ ഇൻഫ്രീക്വൻ്റ് അവിടെ റോങ് ആണ്. പിടികിട്ടിയോ? അദ്ദേഹം അവിടെ പറയുന്നത് എന്താ? ഇനെവിറ്റബിലിറ്റിയാണ്, അതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുണ്ട് എന്ന് പറയുമ്പോൾ ഇൻഫ്രീക്വൻ്റ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഇറ്റ്സ് ഫ്രീക്വൻറ്റ്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഡിയിലാണ് അൺസേർട്ടൺ. അതായത് നമ്മുടെ ഗോഡ്സ്റ്റോക്ക് ഈസ് അൺസേർട്ടൺ. അദ്ദേഹം കൺഫ്യൂസ്ഡ് ആണ്, അദ്ദേഹത്തിന് ഒരു ഉറപ്പില്ല അബൌട്ട് ദ ഒക്യൂറൻസ് ഓഫ് ഫെയ്റ്റലിറ്റീസ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ക്യാൻസർ തെറാപ്പീസ്. ആ കേസിൽ ഫെയ്റ്റലിറ്റീസ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ അൺസേർട്ടൺ ആണ്. ആണോ?
അൺസർട്ടൺ അല്ല, റാദർ ഹി മേക്സ് എ ഡെഫിനിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ഒക്യുറൻസ് ഓഫ് ഫെറ്റലിറ്റീസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ക്യാൻസർ. അവിടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലേ. സാഡ്ലി ഫെറ്റലിറ്റീസ് ആർ ഓൾവേസ് എ റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഹീ ഈസ് അൺസർട്ടൺ ആണ്, അല്ലെങ്കിൽ ഹി കൻ നോട്ട് മേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഹി കൻ നോട്ട് ഡിസൈഡ് അല്ലേ, പറ്റുമോ? അദ്ദേഹം അവിടെ വളരെ ഡെഫിനിറ്റീവായിട്ട് വളരെ കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അൺസർട്ടൺ ആണെന്ന് പറയാൻ പറ്റുമോ? അൺസർട്ടൺ അല്ല. എപ്പോഴാണ് അൺസർട്ടൺ ആവുന്നത്? നമുക്കൊരു ഉറപ്പില്ലാതെ വരുമ്പോൾ, കൺഫ്യൂഷൻ വരുമ്പോഴാണ് അൺസർട്ടനിറ്റി ഉണ്ടാകുന്നത്. സോ ആൻസർ എ ഈസ് ദ റൈറ്റ് ആൻസർ. എ പ്രൂവ് ചെയ്തു, ബിയും സിയും ഡിയും നമ്മൾ തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു അല്ലേ. ബിയിൽ പറയുന്നു അപ്രോപ്രിയേറ്റ് മെഷർ ഉപയോഗിച്ച് ഫെറ്റാലിറ്റീസിനെ നമുക്ക് തടയാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം? ഇല്ല. സിയിൽ പറഞ്ഞിരിക്കുന്നു ഫെർട്ടിലിറ്റീസ് ഇൻഫ്രീക്വൻ്റ് ആണ്. ഇൻഫ്രീക്വൻ്റ് എന്ന് വെച്ചാൽ എന്താ? റെയറാണ്, പക്ഷേ ഓൾവേസ് ആണെന്ന്, എല്ലായ്പ്പോഴും വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഡിയിൽ അൺസർട്ടനിറ്റി, അദ്ദേഹം അൺസർട്ടൻ ആണ്, പറയാൻ പറ്റുന്നില്ല, അദ്ദേഹം കൺഫ്യൂസ്ഡ് ആണ്. ആണോ? അല്ല. സോ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇതിനകത്ത് ഇനിയും ക്ലാരിറ്റി വേണ്ട ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് വേണം, നമുക്ക് അടുത്തടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യണം. ഇസ് ദർ എനി വൺ? ഇത് എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിയത്? എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്തത്? പറ്റുമോ? ഡൗട്ടുണ്ടോ? നിങ്ങൾ ക്ലിയർ ആണെന്ന് പറഞ്ഞാലേ എനിക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഹോപ്പ്. ഓക്കെ, നോക്കിയല്ലോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ. യെസ്, കുറേ പേര് ക്ലിയർ ആണെന്ന് പറഞ്ഞു. സോ മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ലേ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എക്സാമിന് ഇതൊക്കെ കാണുമ്പോഴാണ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നത്, ഭയങ്കര ടഫായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ വായിച്ച് കഴിയുമ്പോൾ, അത് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ അത്രയ്ക്ക് ടഫാണോ അത്? യെസ്, എല്ലാവരുടെയും ക്ലിയർ ആണെന്നുള്ള ആൻസർ കണ്ടു കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞത് സന്തോഷം. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണെന്നറിയാമോ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. സ്ക്രീനിലേക്ക് നോക്കുക എല്ലാവരും. ഒന്ന് വായിച്ചു നോക്കിക്കുക എല്ലാവരും, ഒന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം. ക്വസ്റ്റ്യൻ നമ്പർ 2 ആട്ടോ. നിങ്ങൾ വായിക്കാനുള്ള ടൈമാണ് ഞാൻ തന്നിരിക്കുന്നത്. നമ്മളിത് ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഹൗ ഡസ് സ്റ്റീഫൻ ഗോഡ്സ്റ്റോക്ക് വ്യൂ, എങ്ങനെയാണ് അദ്ദേഹം കാണുന്നത് ജൂനോ തെറാപ്യൂട്ടിക്സ് റെസ്പോൺസ് ടു ദ ക്ലിനിക്കൽ ട്രയൽ അബൌട്ട് ഡസ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഹി ഫൈൻസ് ഇറ്റ് ഇനാഡിക്വേറ്റ് ഉണ്ട്, ഹി ഫൈൻസ് ഇറ്റ് സം വാട്ട് മിസ്റ്റീരിയസ് ഉണ്ട്, ഹി പ്രൈസസ് ദ കമ്പനീസ് എഫേർട്സ് ടു അണ്ടർസ്റ്റാൻഡ് ദം ഉണ്ട്, ഹീസ് ഇൻഡിഫറൻറ്റ് ടു ദ കമ്പനീസ് എഫേർട്ട് ഉണ്ട്. അപ്പം നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, മോർ ദൻ എ ഇയർ ആഫ്റ്റർ 5 ലുക്കീമിയ പേഷ്യൻസ് ഡൈഡ്. കണ്ടോ എപ്പോഴാണ്? ഫ്രം എൻ എക്സ്പെരിമെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ഇൻവോൾവിംഗ് ജനറ്റിക്കലി എൻജിനീയർഡ് ഇമ്മ്യൂൺ സെൽസ്. Its developer believes it has a better handle on what went wrong and possibly how to prevent a report of the tragedy. Juno Therapeutics, based in Seattle, Washington, last week presented the most comprehensive public results so far from its internal investigation, concluding that individual patient characteristics and product variability made for a lethal combination that led to fatal brain swelling. The company says it is now using insight from its analysis to inform work on a modified cell treatment that is in early stage clinical trials. Stephen Gottschalk, a pediatric oncologist at St. Jude Children's Research Hospital in Memphis, Tennessee, who is not associated with Juno. He still finds the clinical trial death somewhat mysterious, but he praises the company's effort to understand them. They presented a very comprehensive analysis and they did it in a timely fashion, Gottschalk says. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് സ്റ്റീഫൻ ഗോഡ്സ്റ്റോക്ക് വ്യൂ, അദ്ദേഹം ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ആ ഒരു ക്ലിനിക്കൽ ട്രയലിലുണ്ടായ ഡെത്തിനെ. അവിടെ ക്ലിനിക്കൽ ട്രയലിൽ ഡെത്ത് കേസ് ഉണ്ടായത് പറയുന്നുണ്ടല്ലേ. 5 പേഷ്യൻറ്റ് ഡൈഡ് ഫ്രം ആൻ എക്സ്പെരിമെൻ്റൽ ട്രീറ്റ്മെൻറ്റ്. യെസ്, നിങ്ങൾ വായിച്ചു ആൻസറിലേക്ക് എത്തി. പ്രീത തോമസ് പറയുന്നു സി ഈസ് ദ ആൻസർ. ആൻസി പറയുന്നു എ ഈസ് ദ ആൻസർ. വേഗം ബാക്കി എല്ലാവരും ഒന്ന് വേഗം വായിച്ച് കണ്ടുപിടിച്ച്. ബിൻസി പറയുന്നു ബി ഈസ് ദ ആൻസർ.
Chandra says B is the answer. Jabina Mol says C is the answer. Leha പറയുന്നു C is the answer. Best in B, Seena Madhu C. Jyotilakshmi also says C. Sonu Susan B പറയുന്നു. Anand's World B. Binita Prachod B. Akshaya C. Babi Shaijan C. Sonia Saji C. ഓക്കെ, ഞാൻ നിങ്ങളുടെ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്ത് ആൻസറായിട്ട് അപ്പോൾ കുറച്ച് പേര് സി, എനിക്കൊന്ന് കൂടുതൽ പേര് സി പറഞ്ഞിട്ടുണ്ട്. അവിടെ എയും ബിയും പറഞ്ഞിട്ടുണ്ട്. ഡി ഞാൻ കണ്ടില്ല ആരുടേതും. എ ബി സി ഇത് മൂന്നാണ് നമ്മൾ കൂടുതലായിട്ട് ആൻസറായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. 3 ആൻസർ വന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ളതാണ്. ഷീബ തോമസിന് ബി, ജ്യോതി സാജൻ, ഷിജി തോമസ് എല്ലാവർക്കും ബി ആണ്. ഓക്കെ, ഞാനപ്പോൾ ഇനി കറക്റ്റ് ആൻസറിലേക്ക് പോവാം. ഇവിടെ കറക്റ്റ് ആൻസർ സി ആണ്. എന്താണെന്നറിയാമോ? സി ഇസ് ദ റൈറ്റ് ആൻസർ. ഹീ പ്രൈസസ് ദ കമ്പനീസ് എഫേർട്സ് ടു അണ്ടർസ്റ്റാൻഡ് ദം. അല്ലേ, ആ ഡെത്ത് കോസ് മനസ്സിലാക്കാനുള്ള കമ്പനിയുടെ അതിൻ്റെ ഉള്ള എഫേർട്ടിനെ അദ്ദേഹം പ്രൈസ് ചെയ്യുന്നു. ഹി അപ്രീഷിയേറ്റ്സ് ഇറ്റ്. അല്ലേ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇതാണ് കറക്റ്റ് ആൻസർ. ഹീ പ്രൈസസ് ദ കമ്പനീസ് എഫേർട്സ് ടു അണ്ടർസ്റ്റാൻഡ് ദം. ഇറ്റ് ഡയറക്ട്ലി അഡ്രസ്സസ് ഗോഡ്സ്ചാക്സ് അപ്രീസിയേഷൻ ഫോർ ജൂണോ തെറാപ്യൂട്ടിക്സ്. ആ കമ്പനിയെ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഡയറക്ട്ലി ടു ദ ഡെത്ത്സ് ബൈ അക്നോളജിങ് ദെയർ കോംപ്രഹെൻസീവ് അനാലിസിസ് ആൻഡ് ടൈംലി പ്രസൻറ്റേഷൻ ഓഫ് ഫൈൻഡിങ്സ്. ഏത് ലൈനിലാണ് അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലായത്? ആൻസർ ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് ആ ലൈൻ ഒന്ന് കണ്ടുപിടിച്ചെടുക്കാം അവിടെ നിന്ന്. Second last, right. Yes, Seena Madhu, right. But he praises. കണ്ടോ, അവിടെ പറയുന്നുണ്ട് സംവാട്ട് മിസ്റ്റീരിയസ്. ക്ലിനിക്കൽ ട്രയൽ കുറച്ച് മിസ്റ്റീരിയസ് ആണ്. അൺഎബിൾ ടു അണ്ടർസ്റ്റാൻഡ്. അതിൻ്റെ റീസൺ പറയാൻ പറ്റുന്നില്ല, കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ബട്ട് ഹി പ്രൈസസ് ദ കമ്പനീസ് എഫേർട്ട്. കമ്പനിയുടെ എഫേർട്ടിനെ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, പ്രൈസ് ചെയ്യുന്നുണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് ദം. കണ്ടോ, ആ ഒരു ലൈൻ മതി. ഹി അപ്രീഷിയേറ്റ് അല്ലെങ്കിൽ ഹി പ്രൈസസ് ദ കമ്പനീസ് എഫേർട്സ് ടു അണ്ടർസ്റ്റാൻഡ് ദം. സെക്കൻഡ് ലാസ്റ്റ് ലൈനിൽ പറയുന്നത് വെച്ചുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. അതാണ് അവിടുത്തെ ആൻസർ. അദ്ദേഹം കമ്പനിയുടെ എഫേർട്ടിനെ പ്രൈസ് ചെയ്തു അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളത്. പക്ഷേ നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കണ്ടേ? അതിനകത്ത് നമുക്ക് ഓരോ ഓപ്ഷൻസായിട്ട് നോക്കാം. ഇനി ബി നോക്കിക്കേ. ബിയിൽ പറയുന്നു ഹീ ഫൈൻഡ്സ് ഇറ്റ് സംവാട്ട് മിസ്റ്റീരിയസ്. സംഭവം ശരി, അദ്ദേഹം മിസ്റ്റീരിയസ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തിനെക്കുറിച്ചാണ്? ഗോഡ്സ്ചാക്സ് വ്യൂ ഓഫ് ജൂണോ തെറാപ്യൂട്ടിക്സ് റെസ്പോൺസ് ടു ദ ക്ലിനിക്കൽ ട്രയൽ ഡെത്ത് ബട്ട് റാദർ ഹിസ് പെർസെപ്ഷൻ ഓഫ് ദ ഡെത്ത് ദംസെൽസ്. ഡെത്തിനെ കുറിച്ചിട്ടല്ല അദ്ദേഹം പറയുന്നത്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെത്തിനെ പറ്റിയാണ് അദ്ദേഹം മിസ്റ്റീരിയസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി ആസ് അബൌട്ട് ഹിസ് വ്യൂ ഓഫ് ജൂണോ തെറാപ്യൂട്ടിക്സ് റെസ്പോൺസ്. കണ്ടോ, ക്വസ്റ്റ്യൻ അത് വളരെ കറക്റ്റായിട്ടുണ്ട്. അവരുടെ റെസ്പോൺസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇദ്ദേഹം അവിടെ മിസ്റ്റീരിയസ് ആണെന്ന് പറയുന്നത് വെച്ചുകൊണ്ട് ഇവിടെയുണ്ട്. നമുക്കിവിടെ തൊട്ടൊന്ന് വായിക്കാം. സ്റ്റീഫൻ ഗോഡ്സ്ചാക്ക്, എ പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റ്, സെൻറ്റ് ജൂഡ് ചിൽഡ്രൻസ് റിസർച്ച് ഹോസ്പിറ്റൽ ഇൻ മെംഫീസ്, ഹൂ ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ജൂണോമായിട്ട് ബന്ധമൊന്നുമില്ല. സ്റ്റിൽ ഫൈൻഡ്സ് ദ ക്ലിനിക്കൽ ട്രയൽ ഡെത്ത് സംവാട്ട്. ഡെത്ത് എന്തായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത്? സംവാട്ട് മിസ്റ്റീരിയസ്. ക്ലിനിക്കൽ ട്രയലിലുണ്ടായ ഡെത്ത് മിസ്റ്റീരിയസ് ആണ്. പക്ഷേ അത് ജൂണോ തെറാപ്യൂട്ടിക്സിൻ്റെ റെസ്പോൺസ് ആണോ? അത് റെസ്പോൺസിനെയാണോ അദ്ദേഹം മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഡെത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തിനെക്കുറിച്ചാണ്? ഹിസ് വ്യൂ ഓൺ ജൂണോ തെറാപ്യൂട്ടിക്സ് റെസ്പോൺസ് അല്ലേ. കമ്പനിയുടെ റെസ്പോൺസ് മിസ്റ്റീരിയസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഡെത്ത് ഉണ്ടായത് മിസ്റ്റീരിയസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യത്യാസം നിങ്ങൾ നോക്കണം രണ്ടും തമ്മിലുള്ളത്. മിസ്റ്റീരിയസ് എന്നുള്ളൊരു വേർഡിൽ മാത്രം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പാടില്ല. കമ്പനിയുടെ റെസ്പോൺസാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ കോർ വേർഡ് അല്ലേ. അദ്ദേഹത്തിൻ്റെ വ്യൂ ഓൺ ജൂണോ തെറാപ്യൂട്ടിക്സ് റെസ്പോൺസ്. അദ്ദേഹം കമ്പനിയുടെ റെസ്പോൺസ് അവിടെ മിസ്റ്റീരിയസ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? ഇല്ല. പിടികിട്ടിയോ?
പക്ഷേ ഡെത്ത് സംവാട്ട് മിസ്റ്റീരിയസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഡെത്ത് അല്ല നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന കമ്പനിയുടെ റെസ്പോൺസ് ആയതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് സി ആൻസറായിട്ട് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് അടുത്ത ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഡി പറയുന്നു ഹീസ് ഇൻഡിഫറൻറ്റ് ടു ദ കമ്പനീസ് എഫേർട്ട്. ഇൻഡിഫറൻറ്റ് അല്ലേ, അതായത് ഈ ഓപ്ഷൻ പറയുന്നത് ദിസ് ഓപ്ഷൻ സജസ്റ്റ് ദാറ്റ് ഗോഡ്സ്റ്റോക്ക് ഹാസ് നോ സ്ട്രോങ് ഫീലിംഗ്സ് ഓർ ഒപ്പീനിയൻസ് അബൌട്ട് യൂണോതെറാപ്യൂട്ടിക് റെസ്പോൺസ് ടു ദ ട്രയൽ ക്ലിനിക്കൽ ട്രയൽ ഡെത്ത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഒരു താല്പര്യവുമില്ല. നോ ഫീലിങ്സ്, നോ സ്ട്രോങ് ഫീലിങ്സ്, ഇൻഡിഫറൻറ്റ് ആണോ? പക്ഷേ പാസേജിൽ എന്താ പറയുന്നത്? പാസേജ് ക്ലിയർലി സ്റ്റേറ്റ്സ് ദാറ്റ് ഗോഡ്സ്റ്റോക്ക് പ്രൈസസ് ദ കമ്പനീസ് എഫേർട്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡെത്ത്. അദ്ദേഹം കമ്പനിയെടുത്ത എഫേർട്ടിനെ പ്രൈസ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് അദ്ദേഹം ഇൻഡിഫറൻ്റ് ആണ്. ഇൻഡിഫറൻറ്റ് മീൻസ് ഹി ഹാസ് നോ ഫീലിങ്സ് ടുവേർഡ്സ് ഇറ്റ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായവും ഇല്ല, ഒരു താല്പര്യവും, നോ ഇൻട്രസ്റ്റ്, അതാണ് ഇൻഡിഫറൻസ്. അതിനെക്കുറിച്ചൊന്നുമില്ല, നോ ഫീലിങ്സ് അറ്റ് ഓൾ, അങ്ങനെ പറയാൻ പറ്റുമോ? ഇറ്റ്സ് എ കോൺട്രഡിക്ടറി ഐഡിയ അല്ലേ. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? ഹി പ്രൈസസ് ദ കമ്പനീസ് എഫേർട്സ് ടു അണ്ടർസ്റ്റാൻഡ് അല്ലേ ദ ഡെത്ത്സ്, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഹീ ഈസ് നോട്ട് ഇൻഡിഫറൻറ്റ് ബട്ട് റാദർ അപ്രീഷിയേറ്റീവ് ഓഫ് ദ റെസ്പോൺസ്. ഈസ് നോട്ട് ഇൻഡിഫറൻറ്റ് അറ്റ് ഓൾ, റാദർ ഹീസ് അപ്രീഷിയേറ്റീവ് ഓഫ് ദ കമ്പനീസ് എഫേർട്ട് അല്ലേ. സോ അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് അവിടെ ഇൻഡിഫറൻറ്റ് പറയാൻ പറ്റുമോ? ഇല്ല. എയുടെ നമുക്ക് നോക്കാം. എയിൽ പറഞ്ഞിരിക്കുന്നു ഹി ഫൈൻസ് ഇറ്റ് ഇനാഡിക്വേറ്റ്. എന്താ ഇനാഡിക്വേറ്റ്? ശരിയാവും അവിടെ. ഹി ഫൈൻസ് ഇറ്റ് ഇനാഡിക്വേറ്റ് ആൻസറായിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. ദിസ് ഒപ്പീനിയൻ ഇംപ്ലൈസ് ദാറ്റ് ഗോഡ്സ്റ്റോക്ക് ബിലീവ് ജൂണോതെറാപ്യൂട്ടിക് റെസ്പോൺസ് ടു ദ ക്ലിനിക്കൽ ട്രയൽ ഡെത്ത് ഈസ് ഇൻസഫിഷ്യൻ്റ് ആണ്. അവിടെ റെസ്പോൺസ് ആവശ്യമുള്ള അത്രയും ഇല്ല, ഇൻസഫിഷ്യൻ, ഇനാഡിക്വേറ്റ് ആണ്. അതായത് ലാക്കിംഗ് ഇൻ സം വേ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് ലാക്കിംഗ് ആണ്, അവിടെ ആവശ്യത്തിന് റെസ്പോൺസ് ഇല്ല. പറയുന്നുണ്ടോ അങ്ങനെ? ദർ ഇസ് നോ ഇൻഡിക്കേഷൻ ഇൻ ദ പാസേജ് ദാറ്റ് ഹി വ്യൂസ് ദ റെസ്പോൺസ് ഇൻ ദിസ് നെഗറ്റീവ് ലൈറ്റ് അല്ലേ. നെഗറ്റീവായിട്ട് അദ്ദേഹം പറയുന്നതേ ഇല്ല. ഇൻ ഫാക്ട് ഹി പ്രൈസസ് ദ കമ്പനീസ് എഫേർട്സ്. കണ്ടോ? അപ്പോൾ അവിടെ ഇനാഡിക്വേറ്റ് പറയാൻ പറ്റുമോ? ഇനാഡിക്വേറ്റ് എന്ന് പറയുന്നില്ല, അദ്ദേഹം കമ്പനിയെ പ്രൈസ് ചെയ്യുന്നുണ്ട്. ഹോപ്പ് ക്വസ്റ്റ്യൻ നമ്പർ 2 നിങ്ങൾക്ക് മനസ്സിലായി. 3 ഓപ്ഷനും ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചത് എന്താണ്? അദ്ദേഹത്തിൻ്റെ വ്യൂ എന്തിനെക്കുറിച്ച്? ജൂണോതെറാപ്യൂട്ടിക്സ് റെസ്പോൺസ് അല്ലേ. അദ്ദേഹം എന്താ ചെയ്തത്? കമ്പനിയെ പ്രൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഹീ പ്രൈസസ് ദ കമ്പനീസ് എഫേർട്സ് ടു അണ്ടർസ്റ്റാൻഡ് ദം. സെക്കൻഡ് ലാസ്റ്റ് ലൈനിൽ അത് പറയുന്നുണ്ട് അല്ലേ. എയിൽ പറയുന്നു ഹി ഫൈൻസ് ഇറ്റ് ഇനാഡിക്വേറ്റ്. ആണോ? നമുക്ക് യെസ് ഷീബ, വി ക്യാൻ എലിമിനേറ്റ് ഇറ്റ്. ഇനാഡിക്വേറ്റ് ആണോ കമ്പനി? ഇല്ല, ആവശ്യത്തിന് കമ്പനി ചെയ്തു, കമ്പനിയുടെ എഫേർട്ടിനെ ഹി അപ്രീഷിയേറ്റഡ് ഇറ്റ്. ബിയിൽ പറയുന്നു ഹി ഫൈൻസ് ഇറ്റ് സം വാട്ട് മിസ്റ്റീരിയസ്. കമ്പനിയുടെ റെസ്പോൺസ് മിസ്റ്റീരിയസ് ആണെന്ന് ഹി ഡിഡ് നോട്ട് സജസ്റ്റ് ലൈക്ക് ദാറ്റ്. അദ്ദേഹം പറഞ്ഞു മിസ്റ്റീരിയസ് ആണെന്ന്. എന്താ അവിടെ മിസ്റ്റീരിയസ് ആണെന്ന് പറഞ്ഞത്? ആ ഡെത്ത് കേസാണ് അവിടെ മിസ്റ്റീരിയസ് ആണെന്നുള്ളത്. കണ്ടോ? സ്റ്റിൽ ഹി ഫൈൻഡ്സ് ദ ക്ലിനിക്കൽ ട്രയൽ ഡെത്ത് സം വാട്ട് മിസ്റ്റീരിയസ്. ഡെത്താണ്, പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ഡെത്താണോ? കമ്പനിയുടെ റെസ്പോൺസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇറ്റ്സ് നോട്ട് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. സോ സിയിൽ പറഞ്ഞിരിക്കുന്ന ഹി പ്രൈസസ് ദ കമ്പനീസ് എഫേർട്ട് ആൻസറാണ്. ഹീസ് ഇൻഡിഫറൻറ്റ് എടുക്കാൻ പറ്റുമോ? ഡി ഇൻഡിഫറൻറ്റ് ഞാൻ പറഞ്ഞു. ഹി ഹാസ് നോ സ്ട്രോങ് ഫീലിങ്സ് ടുവേർഡ്സ്. ഒരു താല്പര്യം ഇല്ല, അദ്ദേഹത്തിന് അതിനെപ്പറ്റി പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ ഒരു ഇൻട്രസ്റ്റോ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ആക്ച്വലി ഹി അപ്രീഷിയേറ്റഡ് അല്ലേ. അദ്ദേഹം അവരെ പ്രൈസ് ചെയ്തിട്ട് നമുക്ക് ഇൻഡിഫറൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇൻഡിഫറൻ്റ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? നോ ഫീലിങ്സ്, നോ ഇമോഷൻസ്, അല്ലെങ്കിൽ നോ ഇൻട്രസ്റ്റ് അറ്റ് ഓൾ. പിടികിട്ടിയോ? സോ വി വിൽ ചൂസ് സി ആസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് സെഷൻ നിർത്താം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. യെസ് ലിൻസി, ക്ലിയർ ആയി അല്ലേ? ഓക്കെ. യെസ് അക്ഷയ, എല്ലാവരുടെ മെസ്സേജ് വന്നു. ഓക്കെ, സോ മൂവിങ് ഓൺ ടു നമ്മുടെ 3rd ക്വസ്റ്റ്യൻ. ഇത് കഴിയുമ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ക്ലിനിക്കൽ ട്രയലുകളും ഇതുപോലത്തെ മെഡിക്കൽ റിസർച്ചുകളും ടേമുകളൊന്നും വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. അതിനുവേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? ഇവിടെയും ഒപ്പീനിയൻ ബേസ്ഡ് ആണ്. വാട്ട് ഫീലിംഗ്സ് ഡസ് ദ റൈറ്റർ എക്സ്പ്രസ് റിഗാർഡിംഗ് CART തെറാപ്പീസ് ഇൻ ദ 3rd പാരഗ്രാഫ്. അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യനിൽ 3ാമത്തെ പാരഗ്രാഫാണ് നിങ്ങൾ അസ്യൂം ചെയ്യുക. അവിടെ റൈറ്റർ ഏത് ടൈപ്പ് ഓഫ് ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ വാട്ട് ഫീലിംഗ്സ്? എല്ലാവരും ഒന്ന് വേഗം ചെയ്തേക്ക്. സ്ക്രീൻ വിസിബിൾ ആണോ? അല്ലെങ്കിൽ ഞാൻ കുറച്ചത് ഫുൾ സ്ക്രീനിലിട്ട് തരാം. അത് ഒന്ന് വായിച്ചേ എല്ലാവരും.
ഓക്കെ, ആൻസർ വന്നു തുടങ്ങി. യെസ്, ആൻസിയാണ് ആദ്യം ആൻസർ പറഞ്ഞത്. ആൻസി പറയുന്നു ബി ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം ബി ആണോ, അത് എ ആണോ, സി ആണോ, ഡി ആണോ എന്നൊക്കെ നോക്കാം. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? ട്രീറ്റ്മെൻറ്റ് ദാറ്റ് ജൂനോ വാസ് ടെസ്റ്റിംഗ് നോൺ ആസ് ഷിമറിക് ആൻറ്റിജൻ റിസപ്റ്റർ, ദാറ്റ് ഈസ് CAR-T cell therapy, equips a patient's own immune cells with a new surface protein that allows them to home in on and kill cancer cells. It's an approach promising enough that it was honored as part of science breakthrough of the year 2013. And earlier in this year ago, 2 CAR-T cell products were approved. One to treat acute lymphoblastic leukemia in children and young adults, and another for a form of adult lymphoma. Juno's rocket trial, in which the deaths occurred, offered its CAR-T therapy to patients with ALL, acute lymphoblastic leukemia. The trial was halted following the death. Trial stop ചെയ്തു. But questions lingered, including whether other CAR-T therapies carried similar risk. The 2 CAR-T therapies now approved in the United States did not record brain swelling known as cerebral edema in their clinical trials, though they did cause neurologic toxicities such as altered consciousness, headaches, delirium and confusion. റൈറ്ററുടെ ഫീലിംഗ് അല്ലേ, റൈറ്റർ എക്സ്പ്രസ്. എന്താണ് റൈറ്ററുടെ ഫീലിംഗ്? നമുക്കിവിടെ റൈറ്ററുടെ ഫീലിംഗ് എന്തായിട്ട് എടുക്കാൻ പറ്റും? നിങ്ങളിപ്പോൾ കുറേ പേര് ആൻസർ പറഞ്ഞു. ജസ്റ്റ് പ്രവീഷ ഡി പറഞ്ഞു, ഷീബ തോമസ് എ പറഞ്ഞു, ആൻസി സിയർ ആരൺ സി പറഞ്ഞു, ബബി ഡി പറഞ്ഞു, പ്രീത തോമസ് എ പറഞ്ഞു, ജ്യോതിലക്ഷ്മി ബി പറഞ്ഞു, അക്ഷയ ബി പറഞ്ഞു, ആൻസി ബി പറഞ്ഞു. അല്ലേ, പലർക്കും പല ആൻസറാണ് വന്നിരിക്കുന്നത്. അവിടെ ബി എന്നുള്ള ആൻസർ കുറേ പറഞ്ഞു. അതിനകത്ത് നമ്മുടെ ആൻസർ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഒപ്റ്റിമിസ്റ്റിക് ആണ് അവിടെ, ഒപ്റ്റിമിസ്റ്റിക്. അറിയാലോ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. റൈറ്റർ കോൺഫിഡൻ്റ് ആണ്, ഹോപ്പ്ഫുള്ളാണ്. എന്താ കാര്യം ഒന്ന് നോക്കിക്കുക എല്ലാവരും. ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് CAR-T തെറാപ്പീസ് പൊട്ടൻഷ്യൽ. ഓപ്ഷൻ എ അക്യുറേറ്റ്ലി റിഫ്ലെക്ട്സ് ദ ഓവറോൾ ടോൺ. കണ്ടോ, ടോൺ നോക്കണം, ഓവറോൾ ആൻഡ് കോണ്ടൻറ്റ് ഓഫ് ദ പാരഗ്രാഫ്. പാരഗ്രാഫിൻ്റെ കോണ്ടൻറ്റും ടോണും കറക്റ്റ് എയിലെ ഒപ്റ്റിമിസം എന്നുള്ള വേർഡുമായിട്ടാണ് മാച്ച് ചെയ്ത് പോകുന്നത്. ദ പാരഗ്രാഫ് ഹൈലൈറ്റ്സ് ദ ബ്രേക്ക് ത്രൂ സ്റ്റേറ്റസ് ഓഫ് CAR-T സെൽ തെറാപ്പി. അല്ലേ, ബ്രേക്ക് ത്രൂ ആണ്, അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ്സ് പൊട്ടൻഷ്യൽ ടു ടാർഗറ്റ് ആൻഡ് കിൽ ക്യാൻസർ സെൽസ്. അല്ലേ, അതിന് ക്യാൻസർ സെല്ലിനെ ടാർഗറ്റ് ചെയ്യാനും കില്ല് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്, പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ദ അപ്രൂവൽ ഓഫ് CAR-T സെൽ പ്രോഡക്ട്സ് ഫോർ ട്രീറ്റിംഗ് ലുക്കീമിയ ആൻഡ് ലിംഫോമ, അതിൻ്റെ അപ്രൂവലിനെ കുറിച്ചാണ് പറയുന്നത്. വൈൽ ദർ ഈസ് ലിങ്കറിങ് ക്വസ്റ്റ്യൻസ്. അല്ലേ, അവിടെ ചില ക്വസ്റ്റ്യൻസ് ഡൗട്ടൊക്കെ ഉണ്ട് അബൌട്ട് പൊട്ടൻഷ്യൽ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് CAR-T തെറാപ്പീസ്. പക്ഷേ ദ പാസേജ് പ്രീഡോമിനൻറ്റ് ഫോക്കസ്, പാസേജിൻ്റെ ഓവറോൾ ഫോക്കസ് അല്ലെങ്കിൽ മെയിൻ ഫോക്കസ് ഈസ് ഓൺ ദർ പ്രോമിസിങ് നേച്ചർ ആൻഡ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്. പാസേജ് ഓവറോൾ പറയുന്നത് എന്താ, അതിൻ്റെ പ്രോമിസിങ് ആയിട്ടുള്ള ബെനിഫിറ്റിനെ കുറിച്ചും വരാൻ പോകുന്ന സക്സസിനെ കുറിച്ചുമാണ്. അല്ലേ, സയൻസ് ബ്രേക്ക് ത്രൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ആ ലൈനൊക്കെ കണ്ടോ, ഇതെല്ലാം സക്സസിനെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ പാസേജിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം വന്നിരിക്കുന്നത്. സോ വി ക്യാൻ ചൂസ് ഒപ്റ്റിമിസ്റ്റിക്. അല്ലേ, ഇനി ബി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബിയും സിയും ഡിയും ഇൻകറക്റ്റ് ആണ്. എന്താ കാര്യം? മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യൂ അവരെല്ലാവരും. ബി പറഞ്ഞിരിക്കുന്നത് പെസിമിസ്റ്റിക് ആണ്. അല്ലേ, പെസിമിസ്റ്റിക് എപ്പോഴാണ് നമ്മൾ പറയുന്നത്? ഒരു കാര്യം സക്സസ്ഫുൾ ആകത്തില്ല, നെഗറ്റീവ് ആകുമ്പോഴാണ് നമ്മൾ പെസിമിസ്റ്റിക്കിലേക്ക് പോകുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? പെസിമിസ്റ്റിക് ആണോ ഇവിടെ? ആണോ? ഇവിടെ ഇതിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചും സക്സസിനെ കുറിച്ചും അല്ലേ ഇവിടെ തന്നിരിക്കുന്നത്? അല്ലേ, പൊട്ടൻഷ്യൽ ടു ടാർഗറ്റ് ആൻഡ് കിൽ ക്യാൻസർ സെൽസ്. അല്ലേ, അപ്പം ഒപ്റ്റിമിസ്റ്റിക് ടോണാണ് അവിടെ പാസേജിൽ വന്നിരിക്കുന്നത്, പൊട്ടൻഷ്യലാണ് അവിടെ കാണിക്കുന്നത്. സിയിൽ പറഞ്ഞിരിക്കുന്നത് ഓദർ ക്വസ്റ്റ്യൻസ് ദ അപ്രൂവൽ ഓഫ് CAR-T പ്രോഡക്ട്സ്. ഉണ്ടോ ഓദർ അവിടെ? അതിനകത്ത് സംശയമോ അൺസർട്ടനിറ്റിയോ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടോ അദ്ദേഹത്തിന് അതിനെപ്പറ്റി കൺസേൺസ് ഉള്ളതായിട്ട് പറയുന്നുണ്ടോ അതിൻ്റെ അപ്രൂവലിനെ കുറിച്ച്? ഇല്ല. പാരഗ്രാഫ് അതിനെക്കുറിച്ചല്ല പറയുന്നത്. പാരഗ്രാഫ് എംഫസൈസ് ഈസ് മോർ ഓൺ ദർ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് റാദർ ദാൻ കോഷൻ. അല്ലേ, അതുപോലെ ഡിയിൽ കോഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കോഷൻസ് റിഗാർഡിങ് റിസ്ക് ആണോ? കോഷനെ കുറിച്ചാണോ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്? പാരഗ്രാഫിൽ എന്താ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്? പാരഗ്രാഫ്സ് എംഫസൈസ് ഈസ് ഓൺ
മോർ ഓൺ ദർ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് റാദർ ദാൻ കോഷൻ. ബെനിഫിറ്റിനാണ് കോഷനേക്കാൾ കൂടുതൽ പാസേജിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തെടുക്കാൻ പറ്റും? ഒപ്റ്റിമിസ്റ്റിക് ആണ്, സക്സസ്സിനെയാണ് കാണിക്കുന്നത്. ഫ്യൂച്ചർ സക്സസ് ആണ് അവിടെ അല്ലേ. പ്രോമിസിങ് ആണ് ഈ ഒരു തെറാപ്പി അല്ലെങ്കിൽ ഈ ഒരു സയൻസ് ബ്രേക്ക് ത്രൂ, ഈ ഒരു അഡ്വാൻസ്മെൻറ്റ്, ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് എല്ലാം നല്ലതാണ്. അതിൻ്റെ പൊട്ടൻഷ്യലാണ് ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. സോ ഒപ്റ്റിമിസമാണ് അവിടെ എടുക്കുന്നത്. പെസിമിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ദിസ് പർട്ടിക്കുലർ സിറ്റുവേഷൻ വിൽ ടേൺ ഔട്ട് ഇൻ എ നെഗറ്റീവ് വേ. ഇത് ശരിയാവത്തില്ല, ഇത് നടക്കത്തില്ല എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അദ്ദേഹത്തിന് കൺസേൺ ഉണ്ടോ ഇതിൻ്റെ അപ്രൂവലിനെ കുറിച്ച്? പറയുന്നുണ്ടോ? പാസേജിൽ പറയുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ കോഷൻസ് റിഗാർഡിങ് റിസ്ക്, CRT തെറാപ്പിയുടെ റിസ്കിനെ കുറിച്ചാണോ അദ്ദേഹം അവിടെ കോഷൻ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ മെയിൻ ഫോക്കസ്, ദ പ്രിഡോമിനൻറ്റ് ഫോക്കസ് ഈസ് ഓൺ ദ സക്സസ്. അതിൻ്റെ സക്സസ്സിനെ കുറിച്ചാണ്, അതിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് അല്ലേ. നമ്മുടെ ടെക്സ്റ്റിലെ ഓവറോൾ അല്ലെങ്കിൽ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് അതിൻ്റെ പൊട്ടൻഷ്യലാണ്. അതായത് CRT തെറാപ്പിയുടെ പൊട്ടൻഷ്യൽ ഇറ്റ് ക്യാൻ ടാർഗറ്റ് ആൻഡ് കിൽ ക്യാൻസർ സെൽസ്. കണ്ടോ, ക്യാൻസർ സെൽസിനെ ടാർഗറ്റ് ചെയ്യാനും കില്ല് ചെയ്യാനും പറ്റും. ആൻഡ് ദ അപ്രൂവൽ ഓഫ് CRT സെൽസ് പ്രൊഡ്യൂസിങ് ട്രീറ്റിംഗ് ഫോർ ലുക്കീമിയ ആൻഡ് ലിംഫോമ, അതിനുള്ള അപ്രൂവലും കിട്ടി അല്ലേ. അവിടെ ലിങ്കറിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിലും എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ ഓവറോൾ ടോണ് ഒപ്റ്റിമിസ്റ്റിക് ടോണാണ് പറയുന്നത്. ഒപ്റ്റിമിസം എന്ന് പറയുമ്പോൾ എന്താ? പോസിറ്റീവ് ലാംഗ്വേജാണ്, പോസിറ്റിവിറ്റിയാണ് അവിടെ വന്നിരിക്കുന്നത്. സക്സസ് പൊട്ടൻഷ്യലാണ് അവിടെ കൂടുതലും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ അവിടെ നമുക്ക് ഒപ്റ്റിമിസം എടുക്കാൻ പറ്റും. പെസിമിസ്റ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അദ്ദേഹത്തിന് ഈ പാസേജിൽ മെയിനായിട്ടും അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്ന ടോണ് കൺസേൺ ആണോ അദ്ദേഹത്തിൻ്റെ ടോൺ? ക്വസ്റ്റ്യൻസ് ആണോ? അല്ല. കോഷൻ ആണോ? അല്ല. അദ്ദേഹം പറയുന്നത് മൊത്തം ആ തെറാപ്പിയുടെ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഡൗട്ടുണ്ടോ ആർക്കെങ്കിലും? എങ്ങനെയാണ് എയിലേക്ക് എത്തിയത്? YBCD എന്തുകൊണ്ട് റോങ് ആയി? സംശയമുണ്ടോ? സംശയം ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്നത്. സോ നെക്സ്റ്റ് വീക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു കുറച്ച് ക്വസ്റ്റ്യനൊക്കെ വന്ന് നമുക്ക് ബാക്കിയും കൂടി പാർട്ട് സിയും എല്ലാ പാർട്ടുകളും ക്ലിയർ ആക്കി പോവാം. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം എന്താ പറയുന്നത്, ഇവിടെ ഇരുന്നു പ്രാക്ടീസ് ചെയ്തു, ക്വസ്റ്റ്യനും ഓപ്ഷൻസ് എല്ലാം മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷം. യൂസ്ഫുള്ളായിരുന്നു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഇതുപോലൊരു സെഷനിൽ, ഇതുപോലെ പ്രാക്ടീസ് സെഷനിൽ വന്നിട്ട് നിങ്ങളുടെ റീഡിങ് എന്താ പറയുന്നത്, നിങ്ങളുടെ ഓരോ പാർട്ട് സി മാത്രമല്ല എല്ലാ പാർട്ടും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഹെൽപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡു സപ്പോർട്ട് ടിജൂസ് അക്കാഡമി. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ. സോ എവ്രി താങ്ക് യു സോ മച്ച് എല്ലാവർക്കും കേട്ടോ. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. നിങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു ചെയ്തത്. വളരെ സന്തോഷം. നിങ്ങളുടെ പ്രാക്ടീസ് ഇങ്ങനെ തന്നെ പോട്ടെ. നല്ല സ്കോർ വാങ്ങിച്ച് നിങ്ങളുടെ OET ഡ്രീംസ് എല്ലാം വേഗം ഫുൾഫിൽ ആവട്ടെ. അപ്പം താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.